അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം. ഇവിടെ അഗ്നി ശബ്ദത്തിന് അഗ്രണി എന്നൊരർത്ഥമുണ്ട്. അഗ്രിണിയല്ല, അഗ്രണി. നായകൻ, നേതാവ്, പരമനായകൻ, അങ്ങേയറ്റം സ്ഥിതി ചെയ്യുന്നവൻ. ചുരുക്കത്തിൽ ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് തന്നെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ദ്യോതിപ്പിക്കുന്ന വാക്കാണ്. അഗ്നി ആത്മാവ് തന്നെയാണ്, അഗ്നി അറിവാണ്. അതാണ് സർവപ്രപഞ്ചത്തിൻ്റെയും പരമമായ നായകൻ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അഗ്നി ഗുരുവാണ്, അഗ്നി സന്യാസമാണ്, അഗ്നി മാർഗപ്രദർശകൻ കൂടിയാണ്. പുരോഹിതം എന്ന് പറഞ്ഞാൽ പുരോഹിതൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പുരോഹിതന്മാരൊന്നുമല്ല. നമ്മൾ സാധാരണ പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരെയോ അങ്ങനെ ആരെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഒരു വിഭാഗത്തെ ആയിരിക്കും, ഒരു വർഗത്തെ ആയിരിക്കും. പക്ഷേ പുരോഹിത ശബ്ദത്തിൻ്റെ ശരിയായ അർത്ഥം പുരത്തിന് ഹിതത്തെ ചെയ്യുന്നവൻ എന്നാണ്. പുരത്തിന് ഹിതത്തെ ചെയ്യുന്നവൻ. പുരം വ്യക്തിയാകാം, പുരം നഗരമാകാം, ഗ്രാമമാകാം, ശരീരമാകാം, പ്രപഞ്ചവുമാകാം. ഈശ്വരൻ്റെ വീടാണ് പ്രപഞ്ചം. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ എന്നേതോ ഒരു പാട്ടിലുണ്ട്. ഈ പ്രപഞ്ചം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ, അവരത് ചെയ്ത് കാണിച്ചു തന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഈശ്വരനായിട്ട് അംഗീകരിക്കാം. നിർഭാഗ്യവശാൽ ഇന്ന് വരെ ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ആരും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ തനിക്കും ലോകത്തിനും നന്മ ചെയ്യുന്ന ആളിനെയാണ് പുരോഹിതൻ എന്ന് വാസ്തവത്തിൽ പറയുന്നത്. ഇതാണ് അഗ്നി. ഈ അഗ്നിഭാവത്തിലേക്ക് ഉയരാനാണ് ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. ഈ അഗ്നി നമ്മൾ വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്നത് പോലെ ശരീരത്തിനെയും മനസ്സിനെയും ചൂടാക്കുന്ന അഗ്നിയല്ല. ഈ അഗ്നി സർവ്വരീതിയിലുമുള്ള ശാന്തിയും സമാധാനവും മനുഷ്യ മനസ്സിന് നൽകുന്ന ജ്ഞാനാഗ്നിയാണ്. നമ്മൾ സാധാരണഗതിയിൽ മെഡിറ്റേഷൻ എന്ന് ധാരാളം പ്രയോഗിക്കാറുണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന വാക്ക് വരുന്നത് മെഡരി എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മെഡരി, അതിൽ നിന്നും മെഡിറ്റേഷൻ വരുന്നു. മെഡിക്കൽ വരുന്നതും മെഡരിയിൽ നിന്നാണ്. മെഡിറ്റേഷനും അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ ഒരിക്കൽ ചികിത്സ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോ ധാതുക്കളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഈ വാക്കുകളെല്ലാം കിത് എന്ന ധാതുവിൽ നിന്നും ചികിത്സ എന്ന വാക്കുണ്ടാകുന്നു. മെഡരി എന്ന ധാതുവിൻ്റെയും കിത് എന്ന ധാതുവിൻ്റെയും എല്ലാം അർത്ഥം സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ആരാരെ സുഖപ്പെടുത്തണം? സുഖപ്പെടുത്തുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വലിയൊരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ കുറേ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ മാരകമായ ഒരു അസുഖം, നഴ്സുമാർ, ഒരു രോഗി ഇങ്ങനെ തളർന്ന് കിടക്കുന്നു,
അയാളെ സുഖപ്പെടുത്താനായിട്ട് പലരും ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. പക്ഷേ ആധ്യാത്മിക മാർഗത്തിൽ സുഖപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറും അല്ല. അങ്ങനൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അത് ഈ അഗ്നിസ്വരൂപനായ ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ സ്വരൂപം അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ ഗുരുസ്വരൂപം ഈശ്വര സ്വരൂപം തന്നെയാണ്. ഗുരുവിൻ്റെ സ്വരൂപം ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിന് നേരത്തെ പറഞ്ഞതുപോലെ നായകത്വമുണ്ട്. നമ്മൾക്ക് മാർഗം കാട്ടിത്തരുവാനുള്ള ശേഷിയുമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് സുഖപ്പെടുത്തേണ്ടത് മനസ്സിനെയാണ്, ശരീരത്തെ അല്ല. രോഗം ബാധിക്കുന്നത് വാസ്തവത്തിൽ ശരീരത്തിനാണ് എന്ന് നമ്മൾ പലരും കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നത് മനസ്സിനെയാണ്. ഭവരോഗം, ഭവശബ്ദത്തിന് സംസാരമെന്നും അർത്ഥമുണ്ട്, ഭവശബ്ദത്തിന് ശിവനെന്നും അർത്ഥമുണ്ട്. ശിവനോടുള്ള പ്രേമം വഴി ഭവത്തോടെയുള്ള സംസാരത്തോടുള്ള പ്രേമം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ മമത നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. സ്നേഹം വസ്തുക്കളോടാകുമ്പോൾ അതിനെ മമത എന്നും, സ്നേഹം ഈശ്വരനോടാകുമ്പോൾ അതിനെ പ്രേമം എന്നും വിളിക്കുന്നു. വസ്തുക്കളോടുള്ള സ്നേഹം നമുക്ക് രോഗമുണ്ടാക്കുന്നു. ഈശ്വരനോടുള്ള പ്രേമം നമ്മളെ എന്നേക്കുമായി രോഗവിമുക്തരാക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ പാർത്ഥനോട് പറയുന്നു. പാർത്ഥ ശബ്ദത്തിന് കുറേ അർത്ഥങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഥയുടെ മകൻ, കുന്തിയുടെ മകൻ, അങ്ങനെ കുറേ അർത്ഥങ്ങൾ പറഞ്ഞു. പാർത്ഥ ശബ്ദത്തിന് വേറെ ഒരർത്ഥമുണ്ട്. പം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനം യാചിക്കുന്നവൻ, അപേക്ഷിക്കുന്നവൻ എന്നൊരർത്ഥവും പാർത്ഥ ശബ്ദത്തിന് ഉണ്ട്. പം എന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകം ജ്ഞാനം എന്നർത്ഥം. അതിനുവേണ്ടി യാചിക്കുന്നവൻ പാർത്ഥൻ. ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യും.